വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, ഒരു പങ്കുകാരനും അള്ളാഹുവിനില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന അതേ കാര്യം ചെയ്യാൻ ഒരു പാർട്ട്ണറില്ല. ഒരാളുടെ രോഗം മാറ്റാൻ അള്ളയുണ്ട്, വേറൊരാളുണ്ട്. അതിനാണ് ശരീക്ക് എന്ന് പറയാം. ഒരാൾക്ക് കുട്ടിയെ കൊടുക്കാൻ അള്ളാഹുമുണ്ട്, ഇന്നാലിന്ന തങ്ങളുമുണ്ട്, ഇന്നാലിന്ന വലിയുമുണ്ട്, ഇന്നാലിന്ന ഷെയ്ഖുമുണ്ട്. അപ്പോൾ രോഗം മാറ്റാൻ ഷെയ്ഖിന് കഴിയും, പ്രാർത്ഥനക്കുത്തരം നൽകാൻ ഷെയ്ഖിന് കഴിയും, കുട്ടികളെ നൽകാൻ ഷെയ്ഖിന് കഴിയും. അള്ളാഹു കാണുന്നത് പോലെ കാണാൻ ഇന്നാലിന്ന ആളുകൾക്കൊക്കെ കഴിയും. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ ഇന്ന ആളുകൾക്കൊക്കെ കഴിയും. അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം നൽകാൻ ഇന്ന വലിയകൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അതിനാണ് പങ്കുകാരുണ്ട് എന്ന് പറയൽ. എന്നാൽ അള്ളാഹുവിന് ലാ ശരീക ലഹു, അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു പങ്കുകാരെ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു പങ്കാളിയില്ല. അള്ളാഹുവിന് പകരം നിന്ന് പ്രവർത്തിക്കാൻ സൃഷ്ടികളിൽ ഒരാൾക്കും സാധ്യവുമല്ല. അങ്ങനെ സാധിച്ചാൽ പിന്നെ അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നതിലും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നതിലും എന്തർത്ഥമാണുള്ളത്? അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടികളും ചെയ്യുമെങ്കിൽ അപ്പോൾ അത് അള്ളാഹുവിൽ വ്യക്തമായി പങ്കുചേർക്കലാണ്.